സഞ്ജീവ് കുമാർ രത്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 39 കൊല്ലമായിട്ട് നടത്തുന്ന ആളാണ്. പ്ലാനറ്ററി ജിമോളജിസ്റ്റ് എന്ന് പറയും. ജ്യോതിഷപ്രകാരം രത്നങ്ങൾ എങ്ങനെ ധരിക്കാമെന്ന് കണ്ടെത്തുന്ന ഒരു മാർഗമാണ് രത്നശാസ്ത്രം എന്ന് പറയുന്നത്. ജ്യോതിഷപ്രകാരം നിങ്ങൾക്ക് അനുയോജ്യമായ രത്നങ്ങൾ എങ്ങനെ തയ്യാറാക്കി ധരിക്കാം, ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജ്യോതിഷത്തിലെ ഒരു പരിഹാര മാർഗമാണ്, പരിഹാര കർമ്മങ്ങളിൽ പെടുന്നതാണ് ഈ പറയുന്ന രത്നശാസ്ത്രം. മണി, മന്ത്രം, ഔഷധി എന്ന് പറയുന്ന 3 രീതിയിലാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ പുരാണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണി എന്ന് പറയുന്നതാണ് രത്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റുകളെന്ന് പറയുന്നത് ഒന്ന് ഹാലാസി മാഹാത്മ്യം, ബൃഹത് ജാതകം, ബൃഹത് സംഹിത, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പൗരാണിക പുസ്തകങ്ങൾ. പിന്നെ അതുപോലെ ഗരുഡപുരാണത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളിൻ്റെ ജാതകം പഠിച്ചതിന് ശേഷം, അതായത് ലഗ്നാധിപ യോഗകാരക, ലഗ്നാധിപ മിത്ര എന്ന് പറയുന്ന ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രത്നം നിർദ്ദേശിക്കുന്നത്. അല്ലാതെ ജനിച്ച തീയതിയുടെ അടിസ്ഥാനത്തിലോ ഇപ്പോൾ നടക്കുന്ന ദശയുടെ അടിസ്ഥാനത്തിലോ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിലോ അല്ല രത്നം നിർദ്ദേശിക്കേണ്ടതും ധരിക്കേണ്ടത്. ജാതകത്തിൽ നമ്മളെ സഹായിക്കുന്ന ഗ്രഹങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ജ്യോതിസ് സാധാരണയായിട്ട് ചെയ്തു വരുന്ന രീതി. പിന്നെ അതുപോലെ ലഗ്നത്തിൻ്റെ 11ാം ഭാവാധിപൻ്റെയും രത്നം ധരിക്കുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അത് എല്ലാ ലഗ്നക്കാർക്കും നടക്കാറില്ല. 2-3 ലഗ്നക്കാർക്ക് ലഗ്നാധിപൻ്റെ 11ാം ഭാവത്തിൻ്റെ രത്നം ഗുണപ്പെട്ടിട്ടുണ്ട്. KP സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണത്. 11ാം ഭാവത്തിൻ്റെ രത്നം ധരിച്ചാൽ ഗുണമുണ്ടാകുമെന്നുള്ളത്. പിന്നെ ഉള്ളത് ലഗ്നാധിപ യോഗകാരക, ലഗ്നാധിപ മിത്ര. അതായത് ജനിച്ച രാശി, നമ്മൾ ജനിച്ച സമയത്ത് ഉദിച്ച രാശിയുടെ 5ാമത്തെയും 9ാമത്തെയും 11 ലഗ്നം ജനിച്ച രാശി, ലഗ്നരാശി, 5ാമത്തെ രാശി, 9ാമത്തെ രാശി, ചില ലഗ്നക്കാർക്ക് 11ാമത്തെ രാശി. ഇതാണ് ഇതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതി. അപ്പോൾ അതിന് പ്രകാരം രത്നങ്ങൾ ധരിച്ചാൽ നമുക്ക് ആജീവനാന്തം ആ രത്നം തന്നെ ധരിക്കാം. രത്നം മാറ്റേണ്ട യാതൊരു കാര്യമില്ല. അത് ജീവിതാവസാനം വരെ നമുക്ക് വേണ്ടുന്ന ഗുണങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും. രത്നത്തിന് കേടുപാടുകൾ വന്നാൽ മാത്രമേ മാറ്റേണ്ടതുള്ളൂ, അല്ലാതെ കാലപരിധി കഴിഞ്ഞിട്ടുള്ള രത്നങ്ങളൊന്നും അല്ല. ഒരു മുത്തിനും പവിഴത്തിനും മാത്രമേ ചില സമയത്ത് കേട് വന്നാൽ മാത്രം മാറ്റും, ബാക്കിയൊന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ആ രത്നനിർണ്ണയ രീതി. പിന്നെ ഇത് സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ധരിക്കാം, പ്ലാറ്റിനത്തിൽ ധരിക്കാം. ഓരോ രത്നങ്ങൾക്കും ധരിക്കാനുള്ള ഓരോ മെറ്റലുകളുണ്ടെങ്കിലും പ്രായോഗികമായിട്ട് നമുക്കത് അത്രത്തോളം സ്വീകാര്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിലും വെള്ളിയിലും മാത്രമേ നോർമലായിട്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ രത്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ രത്നത്തിൽ ഏറ്റവും ആദ്യത്തെ രത്നം എന്ന് പറയുന്നത് റൂബിയാണ്, മാണിക്യം എന്ന് പറയും. സൂര്യൻ്റെ രത്നമാണ് മാണിക്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകപ്രകാരം സൂര്യന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാർക്ക് ഈ റൂബി എന്ന് പറയുന്ന രത്നം മാണിക്യം ധരിക്കാം. അതിൻ്റെ മറ്റൊരു വകഭേദമാണ് പത്മരാഗം എന്ന് പറയും. പിന്നെ അതിൻ്റെ ഉപരത്നമാണ് ഗാർണറ്റ് എന്ന് പറയുന്ന രത്നം. ഇത് ജാതകപ്രകാരം ധരിക്കുമ്പോൾ നമ്മൾ ഗ്രഹനില തയ്യാറാക്കിയതിന് ശേഷം സിംഹലഗ്നക്കാർക്ക് മാണിക്യം ധരിക്കാം. അവർക്ക് ശാരീരികമായും മാനസികമായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. വൃശ്ചിക ലഗ്നക്കാർക്ക് ധരിക്കാം, ധനു ലഗ്നക്കാർക്ക് ധരിക്കാം, മേടലഗ്നക്കാർക്ക് ധരിക്കാം. മീനലഗ്നക്കാർക്ക് ഈ റൂബി 6ാം ഭാവാധിപനായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല. റൂബി ധരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റൂബി വലിയ ഗുണം ചെയ്യും, കോൺട്രാക്ടർമാർക്ക് ഗുണം ചെയ്യും. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങളും കാര്യങ്ങളും ചെയ്യുന്നവർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ പ്രയോജനം ചെയ്യും. രാഷ്ട്രീയപരമായിട്ടുള്ള ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഗുണമുണ്ടാകും. അപ്പോൾ നമ്മുടെ പല പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ കയ്യിലും ഈ പറയുന്ന രത്നം കിടക്കുന്നത് കാണാം. അപ്പോൾ അവരൊന്നും അത് വെറുതെ ധരിച്ചുകൊണ്ട് നടക്കുന്നതല്ല, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുള്ളതുകൊണ്ടാണ് അവർ ധരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് റൂബിക്ക് ഒരുപാട് വകഭേദങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾട്രേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ലാബ് സർട്ടിഫിക്കറ്റ് ഉള്ള രത്നം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. ഒരു അംഗീകൃത ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള രത്നം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അപ്പോൾ മാണിക്യം ധരിക്കേണ്ട ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടത്. ധരിക്കാനുള്ള വിരലെന്ന് പറയുന്നത് മോതിരവിരലാണ്. മോതിരവിരലിൽ ഞായറാഴ്ച രാവിലെ സൂര്യൻ്റെ കാലഹോരയിൽ, അതായത് രാവിലെ ഉദയം മുതൽ 1 മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു റൂബി ധരിച്ച് തുടങ്ങാം ആദ്യമായിട്ട്. പിന്നെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് റിസൾട്ടുകൾ വളരെ അപൂർവമായിട്ട്, ജാതകം നോക്കിയാണ് രത്നം തീരുമാനിച്ചതെങ്കിൽ വളരെ അപൂർവമായിട്ട് നെഗറ്റീവ് റിസൾട്ടുകൾ വരാറുള്ളൂ. നെഗറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ രത്നം നിർദ്ദേശിച്ച ആളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാരങ്ങൾ തേടുക. ജ്യോതിസിൻ്റെ രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻ്റ് വന്നാൽ രത്നം മാറ്റി കൊടുക്കുകയോ
മറ്റേതെങ്കിലും രീതിയിൽ അവരെ കോമ്പൻസേറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്.